ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായ ഒരു വിഭവമാണ്. സാധാരണ നമ്മൾ പലതരം കഷ്ണങ്ങൾ ഇട്ടാണല്ലോ അവിയൽ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ഒരൊറ്റ മെയിൻ ഐറ്റം ഉപയോഗിച്ചാണ് ഈ അവിയൽ തയ്യാറാക്കുന്നത്. നമ്മുടെ സ്വന്തം ക്യാരറ്റ്. കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും അതീവ രുചികരമാണ്. ഈ ക്യാരറ്റ് അവിയൽ ചോറിനും കഞ്ഞിക്കൊപ്പം ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വേഗം റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ ക്യാരറ്റ് അവിയൽ ഉണ്ടാക്കാൻ മെയിനായിട്ട് ക്യാരറ്റാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രഷ് ആക്കി കഴുകിയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടാക്കി എടുക്കുമ്പോൾ നീളത്തിൽ കട്ടാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായി കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു അവിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ നമ്മളിങ്ങനെ നീളത്തിലാണല്ലോ കട്ടാക്കി എടുക്കാറ്. അപ്പോൾ അതുപോലെ കുറച്ച് നീളത്തിൽ നമുക്ക് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റിനൊന്നും പിന്നെ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. പക്ഷേ നമുക്ക് കാണാനൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്യാരറ്റ് കൂടുതലൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ ഞാൻ ചേർക്കുന്നതൊക്കെ നിങ്ങൾ കുറച്ച് കൂട്ടിയെടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ എത്ര എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ ചേർത്തി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് നമ്മുടെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്കാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് കുക്കായി കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 120 ml കപ്പിന് തേങ്ങ അങ്ങനെ കട്ടാക്കിയിട്ടാട്ടോ ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾ ചിരകിയതാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അതുപോലെ ഒരു 5-6 അള്ളി നമ്മളെ ചെറിയ ചുവന്നുള്ളിയും ചേർത്തി കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ കൂടുതൽ പേസ്റ്റ് രൂപമാകണ്ട, നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുമല്ലോ അതുപോലെ നമ്മുടെ അരപ്പ് ഉണ്ടായാൽ മതിയേ. ഇനി നമ്മുടെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഉടഞ്ഞു പോകരുത് കേട്ടോ ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ അവിയൽ ഫ്ലോപ്പായി പോകുമല്ലോ. അപ്പോൾ നമുക്കിത് അതിലോട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ. നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മുടെ തേങ്ങയ്ക്ക് അരപ്പ് എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ കുക്കാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ സ്മെല്ല് കറിവേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൈരാണെങ്കിൽ പുളിയില്ലാത്ത തൈര് ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയ മധുരവും പിന്നെ അതുപോലെ തന്നെ മോരിൻ്റെ പുളിയും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കൂടി ചേരുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഇനി ഒന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പും കൂടി ഇട്ടോ. അപ്പോൾ അത് താളിപ്പ് പറഞ്ഞാൽ കുറച്ച് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ 1/2 ടീസ്പൂണോളം കടുകും 2 വറ്റൽമുളക് പൊട്ടിച്ചതും പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലിട്ട് ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് അവിയലിലോട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊന്നും ഉടഞ്ഞു പോവാതെ വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ നമ്മുടെ താളിപ്പ് ഇല്ലാതെ ചുമ്മാ നമുക്ക് 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായ ക്യാരറ്റ് മോർ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും ഒരു അവിയലല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് അവിയലും കൂടിയാണ്. കാണാൻ തന്നെ നല്ല കളർഫുള്ളല്ലേ. ചോറിനൊപ്പം മാത്രമല്ല കഞ്ഞിയുടെ കൂടെയും ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അധികം സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഗ്രൂപ്പുകളിലും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ലളിതമായ റെസിപ്പികൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.